ഹായ്, ഞാൻ വന്നിട്ടുണ്ട്. കുറേ ദിവസം കൊണ്ട് ഞാനില്ല, വീഡിയോ ഒന്നും ഇടുന്നില്ല. പനിയൊക്കെ ആയിരുന്നു, അങ്ങനെ തൊണ്ടയൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ച് ഇന്ന് വീഡിയോ ഇടാമെന്ന്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്തൊക്കെ കറി ഉണ്ടാക്കി നമുക്ക് പോയി നോക്കാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറയാം. പിന്നെ ഇന്ന് ചന്തയിലാണെങ്കിൽ വലുതായിട്ട് മീനില്ലായിരുന്നു കേട്ടോ. മീൻ ഇപ്പോൾ കാറ്റൊക്കെ ആയതുകൊണ്ട് കുറവാണ്. 100 രൂപയ്ക്ക് 6 അയല. 6 അയല എന്ന് വെച്ചാൽ വലുതല്ല, ചെറുതാണ്. പിന്നെ കോള അത് പിന്നെ 50 രൂപയ്ക്ക് 3 എണ്ണം. അത് പിന്നെ അതേ ഉള്ളൂ കേട്ടോ. പക്ഷെ മിക്ക ആളുകളും കോള മേടിക്കത്തില്ല. കോള ആളുകൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം കോള മേടിക്കും, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം പൊരിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ച് കളഞ്ഞ്, ഇച്ചിരി പാടൊന്നുമില്ല തൊലി ഉരിക്കുക. അതിൻ്റെ തല കണ്ടിച്ച് കളഞ്ഞ് രണ്ടറ്റവും ചെറുതായിട്ട് ചീന്തിയും കളഞ്ഞാൽ മതി. കളഞ്ഞിട്ട് തൊലി നല്ലോണം വലിച്ചുരിഞ്ഞെടുക്കാം. പക്ഷെ പൊരിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും ഇന്ന് ഞാൻ എന്തൊക്കെ വച്ചെന്ന് പോയി നോക്കിയാലോ. വാ, പോയി നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വരാം. വാ, ഇന്ന് വെച്ച ചോറാണ്. പിന്നെ അയല മാങ്ങയിട്ട് വെച്ചതാണ് കേട്ടോ. മാങ്ങ ഇരി കിടപ്പുണ്ട് കറിയിൽ ഉണ്ടോ. മാങ്ങയിട്ട് പറ്റിച്ച കറിയാണ്, നല്ല രുചിയാണ്. പിന്നെ മരച്ചീനി കൂട്ടാൻ വെച്ചത്, പിന്നെ നമ്മളെ കോള പൊരിച്ചത്. വായിൽ വെള്ളം വരുന്നത് അതിൻ്റെ മണം കേട്ട് കേട്ടാ. അങ്ങനെ ഞാൻ ഇന്ന് ഇത്രേ വച്ചിട്ടുള്ളു കണ്ട. ഇത്ര സാധനമേ ഉള്ളു കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളു. എല്ലാവരും വരികയും എന്തായാലും ഈ ചോറ് തിന്നുന്ന നോക്കാം. എന്തായാലും ഇച്ചിരി ചോറെടുക്കാം. ചോറെടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി മരച്ചീനി എടുത്ത് കളയാം. മരച്ചീനി കേട്ടോ. അത് കഴിഞ്ഞ് ഒരു കഷ്ണം മാങ്ങയും ഒരു മീൻ കറിയും ഇങ്ങനെ ഒഴിക്കാം. ഇച്ചിരി മരച്ചീനിക്കകത്ത് ഒടിച്ചിട്ട് കറി ഒഴിക്കാം. എന്നിട്ട് ഒരു കഷ്ണം മീനെടുക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയാമോ? വായിൽ ഇപ്പോഴേ വെള്ളം വരുന്നു. പൊരിച്ച മീൻ ഭയങ്കര മണം കേട്ടോ. വേണ്ട, ചീനിയും ഒരു കഷ്ണം മീനും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാവിടി കേട്ടാ. ചൂട് കേട്ടോ. ഇങ്ങനെ അടിപൊളി കേട്ടോ. ഇങ്ങനെ വർഷമെങ്കിലും പഴക്കമുള്ള പാത്രമാണ്. ഇതിനകത്താണ് ഇപ്പം അമ്മയ്ക്ക് ചോറ് കൊടുത്തു വിടുന്നത്. നമുക്ക് എന്തായാലും അമ്മയ്ക്ക് ചോറ് കൊടുത്തുവിടാം. അമ്മയ്ക്ക് ചോറിടട്ടെ. ഇനി എടുത്ത് വെച്ച് ഇനി ഒരു പൊരിച്ച മീനും കൂടി അധികം എടുത്ത് വെക്കണം. വെച്ച് ശേഷം നമുക്കൊരു പാത്രം എടുത്ത് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് കറിയും എടുത്ത് വെച്ച് ഇനി നമുക്ക് അടയ്ക്കാം. അടപ്പൊക്കെ എടുത്തേ അമ്മയ്ക്ക് ചോറിട്ട് വെച്ച്, അച്ഛനും ചോറിട്ട് വെച്ച്, ഇനി അച്ഛനിത് അടച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം.